നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഏതായാലും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് രംഗം വീണ്ടും ചൂടുപിടിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് താൻ ഷൗക്കത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുവെന്നാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത്. ഷൗക്കത്ത് മത്സരിച്ചാൽ ഇന്ന സ്ഥലങ്ങളിൽ നിന്നും വോട്ട് കിട്ടുകയില്ല, അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കരുതെന്ന് ഞാൻ ഷൗക്കത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുവെന്നാണ് ഇപ്പോൾ PV അൻവർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. എന്നാൽ VS ജോയി എന്നാൽ ഇന്ന ഭാഗങ്ങളിൽ നിന്ന് വോട്ട് കിട്ടുമെന്നും അദ്ദേഹം ജയിച്ചുമെന്നും ഷൗക്കത്തൊന്നും മാറി നിൽക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലതെന്നും രാഷ്ട്രീയ ഭാവിക്ക് നല്ലതെന്നുമാണ് താൻ പറഞ്ഞതെന്ന് ഇന്ന് PV അൻവർ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് നടന്ന സംഭവം? ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ കൂടുതൽ ജയസാധ്യത VS ജോയിക്കാണെന്ന് കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ സമിതി, സർവേ സമിതി കണ്ടെത്തിയിരുന്നു. VS ജോയിയെ നിർത്തിയാൽ ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളും നന്നായി ലഭിക്കും, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളും ലഭിക്കും. എന്നാൽ ആര്യാടൻ ഷൗക്കത്തെ നിർത്തിയാൽ മുസ്ലിം ലീഗ് അടക്കം വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് VS ജോയി തന്നെയാണ് നിലമ്പൂരിൽ മികച്ച സ്ഥാനാർത്ഥി എന്ന് സുനിൽ കനകോലു അടക്കം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സർവേ ടീം അടക്കം റിപ്പോർട്ട് നൽകിയിട്ടും എന്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്? ഇവിടെയാണ് അൻവറിൻ്റെ തന്ത്രം. എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് മത്സര രംഗത്ത് വന്നുവെന്ന് ഷൗക്കത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ കൊണ്ടോ പറയിപ്പിക്കണമെന്ന തന്ത്രമാണ്, വാശിയാണ് ഇപ്പോൾ PV അൻവറിനുള്ളത്. കാരണം ആര്യാടൻ ഷൗക്കത്ത് ഇതിനിടയിൽ CPM നേതൃത്വവുമായി ചില ചർച്ചകൾ നടത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. കാരണം VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കും. CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് സമ്മതം മൂളിയാൽ 4 കൈയും നീട്ടി CPM അദ്ദേഹത്തെ സ്വീകരിക്കും. അപ്പോൾ അവിടെ കളം മാറും. കാരണം ആര്യാടൻ്റെ മകൻ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ, ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത് CPM സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറുമെന്ന് മാത്രമല്ല കോൺഗ്രസ്സിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാവുകയും ചെയ്യും. ഇത് എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയായിരുന്നു. കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ ആര്യാടൻ ഷൗക്കത്ത് എങ്ങനെ അവിടെ വന്നു എന്ന് പറയിപ്പിക്കലാണ് ഇപ്പോൾ അൻവറിൻ്റെ തന്ത്രം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം നിരന്തരം ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നത്. കാരണം VD സതീശനെതിരെയുള്ള ആക്രമണം അദ്ദേഹം 2 ദിവസമായി കുറച്ചിരിക്കുകയാണ്. കാരണം സതീശനെ ആക്രമിച്ചിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ ഷൗക്കത്തിനെ തോൽപ്പിച്ചേ അടങ്ങും. ഷൗക്കത്തിനെ തോൽപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തണം. കോൺഗ്രസ്സുകാരനായിട്ടും KPCC ജനറൽ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം CPM സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ CPMവുമായി ഗൂഢാലോചന നടത്തിയെന്നുള്ള ആരോപണം നിരന്തരം ഇപ്പോൾ PV അൻവർ ഉയർത്തുകയാണ്. ഷൗക്കത്ത് ജയിക്കില്ല, ക്രൈസ്തവ വോട്ടുകളടക്കം കിട്ടില്ല എന്ന് ഷൗക്കത്തിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞുവെന്നും എന്നാൽ ആ സമയത്ത് കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ആ തരത്തിലുള്ള മറുപടിയാണ് ഷൗക്കത്ത് നൽകിയതെന്നുമാണ് ഇന്ന് അൻവർ പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ആര്യാടൻ ഷൗക്കത്ത് PV അൻവറോട് പറഞ്ഞുവെന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഈ പറയുന്നത് അൻവർ ആയതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ PV അൻവർ പറയുന്ന പോലെ ആര്യാടൻ ഷൗക്കത്ത് CPM നേതൃത്വവുമായിട്ടുള്ള ചില ഇടപാടുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയിരുന്നു, ചില ആശയവിനിമയങ്ങൾ. അതിൽ VS ജോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ താൻ CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുവെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞുവെന്നാണ് അൻവർ അടക്കമുള്ള ചിലർ ആരോപിക്കുന്നത്. അത് ചില സത്യങ്ങളുണ്ടെന്നും മറ്റു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, PV അൻവറിൻ്റെ നടപടി അല്ലെങ്കിൽ PV അൻവറിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരെ ഇനി ആര്യാടൻ ഷൗക്കത്തിനെ നിരന്തരം ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് അണികളിൽ നിന്നും മറ്റ് കോൺഗ്രസ് അണികളിൽ നിന്നും അദ്ദേഹത്തിന് വോട്ട് കിട്ടാതിരിക്കുക, വോട്ട് പോകാതിരിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ PV അൻവർ സ്വീകരിക്കുന്നത്. കാരണം VD സതീശനായിട്ട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല. കാരണം സതീശനല്ലോ നിലമ്പൂരിൽ മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തായ കാരണം ഇനി ആര്യാടൻ ഷൗക്കത്തിൻ്റെ പുറകെ കൂടി അദ്ദേഹത്തിൻ്റെ വിശ്വാസതയെ ഇടിക്കുക എന്ന തന്ത്രത്തിനാണ് ഇപ്പോൾ PV അൻവർ രൂപം കൊടുത്തിരിക്കുന്നത്. ആ തന്ത്രമാണ് ഇപ്പോൾ അദ്ദേഹം അവലംബിക്കുന്നത്. ഇനി വരും ദിവസങ്ങളെല്ലാം ഷൗക്കത്തിൻ്റെ CPM നേതാക്കളുമായി നടത്തിയ ചർച്ച നടത്തിയെന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം പുറത്തുവിടുമെന്നാണ് അൻവർ തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. ചില മാധ്യമപ്രവർത്തകരോട് അൻവർ പറഞ്ഞു, ഇലക്ഷൻ്റെ ഏതാണ്ട് ദിവസം മുമ്പ് ആര്യാടൻ ഷൗക്കത്ത് CPM നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ താൻ വെളിപ്പെടുത്തുമെന്ന് അൻവർ പല മാധ്യമപ്രവർത്തകരോട് അവിടെ പറഞ്ഞായിട്ടും നമ്മൾ അറിയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അൻവറിൻ്റെ ഫോക്കസ് പോയിന്റ്, ആക്രമണത്തിൻ്റെ ഫോക്കസ് പോയിന്റ് ഇനി VD സതീശനോ കോൺഗ്രസൊന്നും ആയിരിക്കില്ല, കൃത്യമായിട്ട് ആര്യാടൻ ഷൗക്കത്തായിരിക്കും. കാരണം ഷൗക്കത്തിനെ തോൽപ്പിച്ച് സ്വരാജിനെ ജയിപ്പിക്കുക എന്നത് പിണറായിയേക്കാൾ വലിയ കാര്യമായിട്ട് PV അൻവർ കരുതുന്നു. കാരണം അൻവറിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. സ്വരാജ് ജയിക്കുക എന്നുള്ളത് പിണറായിയുടെ നിലനിൽപ്പിനേക്കാൾ ഇപ്പോൾ അൻവറിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി കഴിഞ്ഞു.